മീശ പോയോ നോക്കണ്ട, മീശ പോയിട്ടില്ല. പക്ഷെ ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആ 10 hours പിന്നെ ഇന്നത്തെ ലൈവ് കണ്ടുപോയാൽ എന്തായാലും 90% മുകളിലൊക്കെ കിട്ടുന്നതായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞാനത് മാറ്റി പറയുന്നു മക്കളെ, 90% അല്ല, ഫുൾ മാർക്ക് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചതിൽ നിന്ന് മാത്രം കഴിഞ്ഞ ഇന്നലത്തെ ലൈവിൽ നിന്നും അതുകൂടാതെ നമ്മുടെ 20 hours ലൈവിൽ നിന്നും കംപ്ലീറ്റ് പഠിച്ചവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഫുൾ മാർക്ക് ഇന്നത്തെ പരീക്ഷ ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ, എനിവേ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഒഫീഷ്യൽ റിയാക്ഷൻ വീഡിയോ ഞാൻ മറ്റേ അലക്സ് സാർ എന്ന് പറഞ്ഞ ചാനൽ ഇടുന്നതായിരിക്കും. എൻ്റെ ക്ലാസ്സുകളും അത് എൻ്റെ മാത്രമല്ല, നമ്മുടെ ദിൽഷ മിസ്സിൻ്റെ ജൂഡി മിസ്സിൻ്റെ ഒക്കെ കുറേ എക്സ്ട്രാ വീഡിയോസും മാത്രമല്ല, അവരൊക്കെ കുറേ ക്ലാസ് നിങ്ങൾക്ക് ഇതിന് മുമ്പൊക്കെ എടുത്താണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങൾ ഒരു കമന്റ് വെച്ചിട്ട് കമന്റ് ബോക്സിൽ ഇടണം. ഓക്കെ, റെഡി. അപ്പോൾ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ പേപ്പർ അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു. നിങ്ങളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഇവിടെയും കുറച്ച് തല ഉപയോഗിച്ച് ചിന്തിക്കേണ്ട ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളായിരുന്നുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ആ 10+10 ആ 20 hours മാത്രം കണ്ട കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു 95% മുകളിൽ ഈസി ആയിട്ട് കിട്ടാൻ എല്ലാ കാര്യങ്ങളുള്ള ഒരു പേപ്പർ ആയിരുന്നത്. എനിവേ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. നമ്മുടെ ആൻസർ കീയിൽ കിടക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ പോവാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, +2 കുട്ടികൾക്ക് എക്സാം ഫിസിക്സ് ടഫായി വന്നപ്പോഴും എക്സാമിനർ ലൈവിലും ചെയ്യിപ്പിച്ച ചോദ്യങ്ങളായിരുന്നു ഏറ്റവും മെജോറിറ്റി ആയിട്ട് വന്നത്. മാത്രമല്ല ബാച്ചിൽ പഠിച്ച കുട്ടികൾക്കൊക്കെ ഫുൾ മാർക്ക് ഉറപ്പിച്ചിട്ടാണ് പല കുട്ടികളും ഇരിക്കുന്ന കാര്യം ഒരു പ്രൂഫ് വീഡിയോ ആയിട്ടുണ്ടായിരുന്നു. അത് +1 അതിലും ഗംഭീരമായിട്ട് ആവർത്തിച്ചിരിക്കുകയാണ്. ഇത് തന്നെയായിരിക്കും +2 നടക്കാൻ പോകുന്നത്. പരീക്ഷ എത്ര ഈസി ആയിട്ട് വന്നാലും, ഇതുപോലെ വന്നാലും, പരീക്ഷ ടഫായി വന്നാലും എക്സാമിനറിന്റെ കുട്ടികൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, പരീക്ഷ അപ്പോഴും ടഫായിരിക്കും, പക്ഷെ മാർക്ക് എന്തായിരിക്കും? അടിപൊളി മാർക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. 90-95% മുകളിലേ കിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ അത് നെക്സ്റ്റ് ഇയർ നടക്കണമെങ്കിൽ നന്നായി പഠിക്കണം. നിങ്ങളെല്ലാവരെയും നമ്മുടെ +2 ഉയരെ ബാച്ചിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. കാരണം നെക്സ്റ്റ് ഇയർ അറിയാലോ, നമ്മുടെ കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സസ് മൊത്തം ഉയരെ ബാച്ചിലായിരിക്കും ഉണ്ടാവുക. എക്സാം ടൈമിൽ ഓബ്വിയസ്ലി യൂട്യൂബിൽ സപ്പോർട്ട് ഉണ്ടാവുന്നതായിരിക്കും. പക്ഷേ ഈ വർഷത്തെ പരീക്ഷ പോലെ ആയിരിക്കും നെക്സ്റ്റ് വർഷം പരീക്ഷ? ഒരിക്കലും ആയിരിക്കില്ല. അതൊരിക്കലും എക്സ്പെക്ട് ചെയ്യേണ്ട. ഓക്കെ, സന്തോഷിച്ചോളൂ. പക്ഷെ നെക്സ്റ്റ് ഇയർ ഇങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട. നന്നായി പഠിക്കേണ്ടി വരും. അത് ആദ്യം മുതലേ പഠിക്കേണ്ടി വരും. അവസാനത്തെ സർക്കസിന് നിൽക്കരുത്. ഓക്കെ, അപ്പോൾ എക്സാമിനറിന്റെ ബാച്ചിലാണ് പഠിക്കണമെങ്കിൽ ജോയിൻ ചെയ്യാത്ത ആളെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാനല്ല, നേരെ ജോയിൻ ചെയ്തോളൂ. ബുക്സിന്റെ ഓഫർ 27th വരെയുള്ള കാര്യം അറിയാലോ. അപ്പം ഇപ്പോൾ ജോയിൻ ചെയ്താൽ ബുക്കും കൂടി ഫ്രീ കിട്ടും. പിന്നെ ബുക്ക് ഫ്രീ കിട്ടില്ല, എക്സ്ട്രാ പൈസ കൊടുക്കുന്നുണ്ട്. എനിവേ ആൻസർ കീയിൽ കിടക്കാം. അല്ലേ, ആൻസർ കീ പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും നമുക്ക് ചെയ്യാം. ഫൈൻഡ് ഔട്ട് ദി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എല്ലാം പഠിപ്പിച്ചതല്ലേ എണ്ണം. അതിൽ ഒറ്റെണ്ണം മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ടെമ്പറേച്ചർ അല്ലല്ലോ, ഡെൻസിറ്റി ഇല്ല, ഫോഴ്സ് ഇല്ല, വെലോസിറ്റി ഒന്നും ഫണ്ടമെന്റൽ അല്ല. അടുത്ത ചോദ്യം പിടി. ആ ഗ്രാഫ് ഇതൊരു ലേശം ചിന്തിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതുപോലെ ആവശ്യമില്ല, അത്രയും ചിന്തിക്കാൻ പറ്റണം കേട്ടോ. ഗ്രാഫ് ഓഫ് പൊസിഷൻ ടൈം തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് വെലോസിറ്റി എൻ്റെ സ്ഥിതി എന്തായിരിക്കും അല്ലേ, എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും സംഭവം ആലോചിച്ച് നോക്കടോ. ഈ സാധനം അനങ്ങുന്ന സാധനമല്ലേ, മുന്നോട്ട് പോകുന്ന സാധനമല്ലേ. അപ്പോൾ എന്തായാലും എന്താണ്, ഒബ്ജക്റ്റീവ് സ്റ്റേഷനറി തെറ്റാണ്. ഇനി കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഇത് കൃത്യമായിട്ട് പഠിപ്പിച്ചല്ലേ. ഇഷ്ടംപോലെ ന്യൂമറിക്കൽസ് നമ്മൾ ഇത് വേസ്റ്റ് ആയിട്ട് ചെയ്തല്ലേ. ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ന്യൂമറിക്കൽസ്, ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ഗ്രാഫുകൾ നമ്മൾ ചെയ്തല്ലേ. അതായത് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് വെലോസിറ്റി. എടോ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? വെലോസിറ്റി ആണ്. അത് മാറുന്നുണ്ടോ? ഇങ്ങനെയൊന്നും ആവുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സ്ലോപ്പ് കോൺസ്റ്റന്റ് അല്ലേ. വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എവിടെ പോയി സാധനം? കോൺസ്റ്റന്റ് വെലോസിറ്റി. കഴിഞ്ഞു. എന്താ അത്ര കോംപ്ലിക്കേഷൻ ഉള്ള ഒരു കോംപ്ലിക്കേഷൻ? എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ച് പേര് ഇത് കുത്തിയിട്ടുണ്ടാവും, അവർക്ക് സങ്കടമായിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാത്തതിന്റെ പ്രശ്നമാണ്. സാരമില്ല. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്? മാസ് ഓഫ് ബോഡിയാണ്. മാസ് ഓഫ് ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, മാസ് ഓഫ് എർത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ആണ്, എപ്പോഴും പഠിപ്പിക്കുന്ന സാധനമാണ്. എപ്പോഴും പഠിപ്പിക്കുന്ന പറഞ്ഞാൽ ഞാൻ സ്ക്രീൻഷോട്ട് വെച്ചിരിക്കുന്ന മൊത്തം 3 ലൈവ് എന്ന് മാത്രം കേട്ടോ. ബൈ ദ വേ ഓക്കെ, 3 ഒന്ന് ഫസ്റ്റ് 10 hour, പിന്നെ 10 hour, പിന്നെ നമ്മുടെ ഇന്നലത്തെ ലൈവ്. വേറെ ഒന്നും സ്ക്രീൻഷോട്ട് വെച്ചിട്ടില്ല. സ്ട്രേറ്റ് ടു ഓർ ഫോൾസ്, നേരെ നമ്മൾ 10 hours ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ട്രൂ ആണ് ആൻസർ കേട്ടോ, ട്രൂ ആണ് ആൻസർ. ചില കുട്ടികൾക്ക് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാകും, സാർ ട്രൂ ആണോ ഫോൾസ് ആണോ, ട്യൂഷൻ ടീച്ചർ പറഞ്ഞു മറ്റേ ടീച്ചർ പറഞ്ഞു എന്നൊക്കെ. NCERT ഒഫീഷ്യൽ ടെക്സ്റ്റ് ബുക്കിന്റെ ഒഫീഷ്യൽ ആൻസർ കീ എടുത്തു നോക്കിയാൽ ഇറ്റ് ഇസ് ട്രൂ. മാത്രമല്ല അത് കറക്റ്റ് ആണ്. അത് NCERT പറഞ്ഞോണ്ടല്ലോ, പക്ഷെ നിങ്ങൾക്ക് ഇനി ചെക്ക് ചെയ്യണമെങ്കിലാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ആൻസർ എന്നാൽ ട്രൂ ആണ് കേട്ടോ. അടുത്തപടി നമ്മൾ ലൈവിൽ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു. ലൈവിൽ ചെയ്ത പല ക്വസ്റ്റ്യൻസും അതേപോലെ വന്നിട്ടുള്ള കാര്യം ഇപ്പോൾ കാണിച്ചുതരാം. ഓക്കെ, ഹൈയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇതൊക്കെ ചെയ്താണ്, ഇതൊക്കെ പഠിപ്പിച്ചതാണ്, ഇതൊക്കെ എടുത്ത് പഠിപ്പിച്ചതാണ്. വീണു വേണം. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോൾ. എനിക്ക് ആകാനുള്ള സങ്കടം ഇതിന്റെ ഡെറിവേഷൻ ചോദിച്ചില്ല, ഇക്വേഷൻ മാത്രമേ ചോദിച്ചുള്ളൂ. ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ന്യൂമറിക്കലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ട് ഇന്നലത്തെ ലൈവിൽ നമ്മൾ ഇതിന്റെ ന്യൂമറിക്കലും ചെയ്താണ്. ഹീലിയം ആറ്റത്തിന്റെ ഓർമ്മയില്ലേ? ഡെറിവേഷൻ ചോദിച്ചില്ല. അപ്പോൾ സാരല്ല, ചോദിച്ചിട്ട് കുറച്ച് രസേനെ. സെയിം ന്യൂമറിക്കൽ 126 km/h, 126 km/h, 200 മീറ്റർ. ഇനി അലക്സ് സാർ പേപ്പർ ലീക്ക് ആക്കിയെന്നൊന്നും പറയരുത്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. ഞാൻ എൻ്റെ
എൻ്റെ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ചെയ്തെന്നുള്ളൂ. അതിൽ ഭയങ്കര ബുദ്ധിയോ ഭയങ്കര ജീനിയസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഗസ് ചെയ്യാവുന്നുള്ളൂ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് വിഷയം വന്നാൽ ഒന്നെങ്കിൽ ഇത് ചോദിക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് നമ്പർ മാറ്റി ചോദിക്കും. നമ്പർ പോലും ഒരു മാറ്റിയില്ല. അപ്പോൾ ആൻസർ പോലും മാറ്റേണ്ട ആവശ്യമില്ലോ, ഇത് തന്നെയായിരിക്കും ആൻസർ. ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബൈ ദ വേ എന്തെങ്കിലും ന്യൂമറിക്കലൊക്കെ പെട്ടെന്ന് ചെയ്താണ്. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട് കമന്റ് ബോക്സിൽ പറയാം. ഞാനും അത് കമന്റ് ബോക്സിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ന്യൂമറിക്കൽസ് ഒക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. സ്റ്റേ ട്രൂ ഓർ ഫോൾസ്. ഇതെന്ത് കോമഡി ക്വസ്റ്റൻ. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈദർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പാത്ത് ലെങ്ത് ആണ് ഡിസ്റ്റൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഒന്നേ കുറവായിരിക്കും, അതിലെ എന്താണ് ഈക്വൽ ആയിരിക്കും. അതിലെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, എപ്പോഴും പഠിക്കുന്നില്ലേ. ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ് അത്രേ ഉള്ളൂ. അത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നൾ വെക്ടർ സീറോ മാഗ്നിറ്റ്യൂഡ് എന്നാ നൾ വേറെ നോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് സീറോ എന്നറിയാം, നോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സീറോ മാഗ്നിറ്റ്യൂഡ് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇനി ഭാഷയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നൾ വെക്ടർ സീറോ മാഗ്നിറ്റ്യൂഡ് എന്ന് അവർ പറഞ്ഞാൽ മതിയായിരുന്നു. നോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സുഖമില്ല. എന്നാലും ആൻസർ എന്നാണ് നോ മാഗ്നിറ്റ്യൂഡ് കറക്റ്റ് ആണ്, ട്രൂ ആണ്. കാരണം മാഗ്നിറ്റ്യൂഡ് സീറോ ആണല്ലോ. ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷേ ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ ആർബിട്രറി ആണ് ഡയറക്ഷൻ. ഓക്കെ, അവിടെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് ആൻഡ് ഇൻലാസ്റ്റിക് കൊളിഷൻ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് കൊളിഷന്റെ പ്രോപ്പർട്ടി, ഇൻലാസ്റ്റിക് കൊളിഷൻ പ്രോപ്പർട്ടി. ഓക്കെ, കൈനറ്റിക് മൊമെന്റും കൈനറ്റിക് എനർജി തമ്മിലാണ് ഡിഫറൻസ് ഉണ്ടാവുക. അടുത്ത പിടി അത് അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതായത് മൊമെന്റം രണ്ടിലും കൺസേർഡ് ആയിരിക്കും, എന്നാൽ കൈനറ്റിക് എനർജി ഇലാസ്റ്റിക്കിൽ കൺസേർഡ് ആയിരിക്കും, ഇൻഇലാസ്റ്റിക് കൺസേർഡ് ആയിരിക്കില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഇൻ റൊട്ടേഷൻ ഓഫ് റിജിഡ് ബോഡി അബൌട്ട് ഫിസിക്സ് എവറി പാർട്ടിക്കിൾ ഓഫ് ബോഡി ഹാസ് സെയിം. നോക്കി ഇതാ ചെയ്ത എവിടെ പോയി. ഓൾ പാർട്ടിക്കിൾസ് ഇൻ റൊട്ടേഷണൽ ബോഡി ഹാവ് സെയിം ആംഗുലർ വെലോസിറ്റി. ഇന്നത്തെ പഠിച്ചത് യെസ് ട്രൂ ആണ്, അത് കറക്റ്റ് ആണെന്നല്ലേ പഠിപ്പിച്ചു. മാത്രമല്ല ലീനിയർ വെലോസിറ്റി വേറെ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലീനിയർ വെലോസിറ്റി വേറെ ആയിരിക്കും, ആംഗുലർ വെലോസിറ്റി മാത്രമേ സെയിം ഉള്ളൂ. ഇതൊക്കെ ഇന്നലെ പഠിപ്പിച്ചാണ് അല്ലേ, കറക്റ്റ് അല്ലേ. എവറി പാർട്ടിക്കിൾ സെയിം ആംഗുലർ വെലോസിറ്റി. ക്വാണ്ടിറ്റി ആംഗുലർ വെലോസിറ്റീസ് സ്കെയിലാർ എന്ന് എഴുതി വെക്കാൻ പാടില്ല. കാരണം ഇന്നലെ നമ്മൾ ഈ ക്വാണ്ടിറ്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചു. നോക്കി ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ട്. വെക്ടറിന്റെ ചിഹ്നം കൂടി എഴുതി വെച്ചിട്ടാണ് പഠിപ്പിച്ചത്. പഠിപ്പിച്ചില്ല എന്ന് പറയരുത് ഒരിക്കലും. ഓക്കെ, പിടി. എസ്കേപ്പ് സ്പീഡ് ഡെഫിനിഷൻ. മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. മൂൺ ഹാസ് നോട്ട് എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് മൂണിന്റെ എസ്കേപ്പ് സ്പീഡ് എന്താണ് ഭയങ്കര കുറവാണ്, 2.3 km/s. അപ്പോൾ ഗ്യാസസ് ഒക്കെ എസ്കേപ്പ് ചെയ്യും, അത്ര എഴുതി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ്. സെയിം സാധനം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാ മാത്സ് ഫോളോയിങ് ചെയ്തോ. സിമ്പിൾ ചോദ്യം. അടുത്ത സെയിം സാധനം ഇക്വിപോട്ടേഷൻ. ഇതൊക്കെ സ്റ്റാൻഡേർഡ് സാധനങ്ങൾ. ഇതൊക്കെ 10 hours നേരെ വന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് 10 hours മാത്രം കണ്ടു 95% മുകളിൽ കിട്ടിയിട്ടുണ്ടാവും. സെയിം സാധനം ഇന്നലെ പഠിപ്പിച്ചാണ്. ഫ്രീലി ഫോളിംഗ് പാർട്ടിക്കിളിന്റെ എല്ലാ ഗ്രാഫും, ഫ്രീലി ഫോളിംഗ് പാർട്ടിക്കിളിന്റെ എല്ലാ ഗ്രാഫും കോപ്പി പേസ്റ്റ് ചെയ്തവർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ അല്ലെ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല ഇവിടെ. ഫ്രീലി ഫോളിംഗ് പാർട്ടിക്കിൾ, അതെ സെയിം സാധനം. സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഡിറൈവ് ദി ഇക്വേഷൻ. ഡിറൈവേഷൻ ചെയ്ത് വെക്കുക. അടുത്തത് പിടി. റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി. ഇതാ ഈ സാധനം നമ്മൾ ഇഷ്ടംപോലെ ന്യൂമറിക്കൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് ഡെറിവേഷൻ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് ഈ സെയിം ചോദ്യമാണ് സർക്കുലർ ഡിസ്കിന്റെ ചെയ്തത്. വേറൊരു വ്യത്യാസമില്ല. ഇൻഫാക്ട് സെയിം ചോദ്യം എന്ന് പറയാൻ കാരണം എന്താ അറിയോ, സർക്കുലർ ഡിസ്കിന്റെയും ഇതും നമ്മുടെ കൊടുത്തിരിക്കുന്ന സോളിഡ് സിലിണ്ടർ അല്ലേ മക്കളെ, സോളിഡ് സിലിണ്ടർ അല്ലേ, സെയിം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷൻ അല്ലേ, സെയിം സാധനം. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്ത അവസാനം ഇതാണ് കിട്ടാൻ പോകുന്നത്. സെയിം സാധനം, നമ്പർ മാത്രം മാറ്റി അല്ലേ. ഇവിടെ സർക്കുലർ ഡിസ്ക് ആണ്, ഇവിടെ ഇതാണ്. പിന്നെ മാസ് മാറ്റി, റേഡിയസ് മാറ്റി. ഇവിടെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആംഗുലർ സ്പീഡ് റേഡിയൻ പെർ സെക്കൻഡ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കട്ടെ. റേഡിയസ് ഇത്ര, കൈനറ്റിക് എനർജി ഓക്കെ, എല്ലാം ഓക്കെ അല്ലേ. 20 കിലോ. ഓക്കെ, എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാട്ടോ, ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാനും ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം അതിൽ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ചെയ്തു വെച്ച ബുക്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്ത പടി. ടിപ്പിക്കൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഈ സാധനം പഠിപ്പിച്ചതാണ്. എല്ലാ പോയിന്റ്സും പഠിപ്പിച്ചു, എല്ലാ പോയിന്റ്സും ഡെഫിനിഷൻ വരെ പഠിപ്പിച്ചാണ്. എന്താണ് പ്രൊപ്പോർഷൻ ലിമിറ്റ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, ഫ്രാക്ചർ പോയിന്റ് അവസാനം ആയിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞു. അടുത്ത സിമ്പിൾ കോമഡി. ഇതെന്താ സാധനം, എക്സ്ട്രാ പ്രഷർ എന്താ വിളിക്കുക, ഗേജ് പ്രഷർ. പഠിപ്പിച്ചതാണ്, ഡെഫിനിഷൻ വരെ പഠിപ്പിച്ചതാണ്. ന്യൂമറിക്കൽ സെയിം ന്യൂമർ, 10 മീറ്റർ ബിലോ, 10 മീറ്റർ ബിലോ, സെയിം ന്യൂമറിക്കൽ, നമ്പർ പോലും മാറ്റിയില്ല. ഇത് കോമഡി. സ്റ്റേറ്റ് ന്യൂട്ടൺസ് ഓഫ് കൂളിംഗ് എഴുതി വെക്കുക. ഗ്രാഫ് മാത്രം ഞാൻ എക്സ്പ്ലിസിറ്റ്ലി പഠിപ്പിച്ചില്ല, പക്ഷേ കോമൺ സെൻസിൽ കൂട്ടി കഴിഞ്ഞൂടെ. ഏടോ ഇതെന്താ പറയുന്നത്, എത്രത്തോളം ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടോ അത്രത്തോളം ആയിരിക്കും ഹീറ്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഹീറ്റ് ലോസ് പ്രൊപ്പോർഷനിൽ. അപ്പം മെല്ലെ എന്താണ് ഹീറ്റ് ലോസ് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഗ്രാഫ് വരച്ച് വെക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഡയറക്റ്റ്ലി ഞാൻ പഠിപ്പിച്ചില്ല എന്നുള്ള സത്യം ഞാൻ സത്യമായിട്ട് പറയുന്നു. ഓക്കെ, പക്ഷേ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ ഡ്രോബാക്ക് എന്താണ് മക്കളെ, ഒന്നെന്താണ് ലോ ഓൺലി ഹോൾസ് ഫോർ സ്മോൾ ടെമ്പറേച്ചർ ഡിഫറൻസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അത് ഏരിയനെയും നേച്ചറിനെയും അല്ലെങ്കിൽ മെറ്റീരിയലിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ആരും കൂടി എഴുതാം. ഏത് എഴുതിയാലും കുഴപ്പമില്ല, ഒരെണ്ണം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഐഡിയലി ഈ ലോ ഓൺലി ഹോൾസ് ഫോർ സ്മോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് എഴുതി വെക്കേണ്ടത്. ഐഡിയലി മറ്റേ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെയാണ്, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. പറ സിമ്പിൾ സാധനം. നെയിം ദി പ്രോസസ് ഇൻ ഈ 4 പ്രോസസ്സ് എഴുതി വെക്കാം. ഓക്കെ, PV ഡയഗ്രാം ഇതാ കഴിഞ്ഞു. വേറൊന്നും ചോദിച്ചില്ലല്ലോ, വേറൊന്നും ചെയ്യില്ല. എല്ലാം കഷ്ടപ്പെട്ട് വെറുതെ കുറേ പഠിച്ചു നമ്മൾ. പോട്ടെ, സാരില്ല. ഹോമോജിനിറ്റി ഇതാ സെയിം ചോദ്യം. ഇതാ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത്, മാസ് എല്ലാം വെച്ചിട്ട് സെയിം ചോദ്യം അതേപോലെയാണ് വന്നത്. വീണ്ടും ഞാൻ ഓർത്ത് ഇതെന്റെ കഴിവൊന്നുമല്ല, പരീക്ഷ സിമ്പിളായി വന്നുകൊണ്ടാണ്. പക്ഷേ
പണിയെടുത്തിട്ടുണ്ട് നമ്മൾ. ആര് പണിയെടുത്തിട്ടുണ്ട്? ഞാൻ മാത്രമല്ല, നിങ്ങളും എല്ലാവരും പണിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ആ പണിയെടുത്തവർക്ക് ഗുണമുണ്ടോ അതാണ് പറയുന്നത്. അല്ലാണ്ട് ഇത് എന്തോ വലിയ എൻ്റെ കഴിവോ ഒന്നുമല്ല, മാജിക് ഒന്നുമല്ല. പണിയെടുത്താൽ മാർക്ക് കിട്ടും. ഓക്കെ, പണിയെടുത്താൽ മാർക്ക് കിട്ടും. പരീക്ഷ ടഫ് ആയിരുന്നെങ്കിൽ ഞാൻ പറയായിരുന്നു എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടോ. ഓക്കെ, കാരണം ഇന്നലെ നമ്മൾ കുറേ ടഫ് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിലെല്ലാം ഉപകാരം വന്നില്ല, കുഴപ്പമില്ല. പക്ഷേ നെക്സ്റ്റ് ഇയർ ഉപകാരം വരും. പക്ഷേ നെക്സ്റ്റ് ഇയർ അവസാനത്തേക്ക് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. കാരണം പരീക്ഷ ടഫായി വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ അവസാനം എനിക്ക് സ്ക്രീൻഷോട്ട് ഇടും, ഞാനിടും. പക്ഷേ നിങ്ങൾക്ക് അത് കിട്ടുമോ എന്നുള്ള കാര്യം പ്രശ്നമാണ്. കാരണം അവസാനം ഒരു ദിവസം മാത്രം പഠിച്ചിട്ട് കിട്ടുമോ ആർക്കറിയാം. പറ, ഇല്ലസ്ട്രേഷൻ മെക്കാനിക്കൽ എനർജി, ഇതാ സെയിം ഡെറിവേഷൻ, എപ്പോഴും പഠിപ്പിക്കുന്ന ഡെറിവേഷനാണ്. എത്ര പ്രാവശ്യം ഞാൻ ഈ വർഷം ചെയ്തിട്ടുണ്ടെന്ന് അറിയാം? ഒരു 22 പ്രാവശ്യം ഈ ഡെറിവേഷൻ ഞാൻ ചെയ്തിട്ടുണ്ടോ പല ലൈവിലായിട്ട്. വർക്ക് ഡൺ ബൈ എനി ഫോഴ്സ്, കൺസർവേറ്റീവ് ഫോഴ്സിന് മാത്രമല്ലേ മക്കളെ ക്ലോസ് പാത്തിൽ വർക്ക് 0 ഉള്ളൂ. കോമഡി ചോദ്യം. അടുത്തപടി സെയിം സാധനം, എ കോസ് ഒമേഗ ടി, വെലോസിറ്റി ആക്സിലറേഷൻ, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ, സെയിം സാധനം. ഇത് സെയിം ക്വസ്റ്റ്യൻ, സെയിം ന്യൂമറിക്കൽ, നമ്പർ പോലും മാറ്റിയില്ല അവർ. ഇതാ ടെക്സ്റ്റ് ബുക്കിലെ സാധനമാണ് 30, 60 നമ്പറെങ്കിലും മാറ്റായിരുന്നു. ഇത് വരുമ്പോൾ നമ്മളെ ബുദ്ധിനെ നമ്മളവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ്. ആൻസേഴ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാൽക്കുലേഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, ഇല്ല കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, ഇതെന്താ? റൈറ്റ് ഡൗൺ ദി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്സ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴും ഡെറിവേഷൻ ചെയ്യുമ്പോൾ തുടങ്ങുമ്പോഴല്ലേ യു കോസ് തീറ്റ ആണ് യു എക്സ്, മറ്റേത് യു സൈൻ തീറ്റ. കഴിഞ്ഞു. ഡിറൈവ് എക്സ്പ്രഷൻ മാക്സിമം ഹൈറ്റ് ഇവിടെ പോയി ഇതാ എല്ലാം പഠിപ്പിച്ചാണ് മാക്സിമം ഹൈറ്റ്. അടുത്തത് ക്രിക്കറ്റ് ബോൾ. ഇത് നമ്മൾ ഇന്നലെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ, 28, 30 ഡിഗ്രി, സെയിം ക്വസ്റ്റ്യൻ. ഇതാ അവിടെ 28 m/s 30, സെയിം ക്വസ്റ്റ്യൻ. ഹൈറ്റ് എന്താ ആൻസർ വരിക? ഹൈറ്റ് 10 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്നലെ വന്നപ്പോൾ ഞാൻ ഹൈറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ്. ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം 10 മീറ്റർ ആൻസർ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞു, അപ്പോൾ ഞാൻ എഴുതി വെച്ചു, അത്രേ ഉള്ളൂ. അത് അങ്ങനെ കിട്ടി കേട്ടോ ഇത്, പക്ഷേ കിട്ടി. പിന്നെ ലെവൽ റോഡാണ്. ആരെങ്കിലും ബാങ്കിങ് ഓഫ് റോഡ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. സർക്കുലർ ലെവൽ റോഡിലാണ്. ഡെറിവേഷൻ ചെയ്താണ്, പിക്ചർ വരച്ച് വെക്കുക, ഡെറിവേഷൻ ചെയ്ത് വെക്കുക. അവസാനം ഇതാണ് കിട്ടേണ്ടത് നിങ്ങൾക്ക്, ഇത് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. കമന്റ് ഓൺ എനി മെത്തേഡ്. എന്താണ് അവിടെ ക്വസ്റ്റ്യൻ നോക്കണോ? സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കോയിഫിഷ്യന്റ് കൂട്ടാം, അല്ല റേഡിയസ് കൂട്ടാം, ജി കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അത് 2 എഴുതിച്ചാൽ മതി, കഴിഞ്ഞു. എനി മെത്തേഡ് എന്നാണ് ഒരു മെത്തേഡ് പറയാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കോയിഫിഷ്യന്റ് കൂട്ടാമെന്ന് എഴുതിച്ചാൽ മതി. പിന്നെന്താ? ഡിഫൈൻ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ. എന്താ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഡിഫിഷൻ? ഈ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നല്ലേ, ഇൻഫിനിറ്റിന്ന് ഇവിടെ വരെ സർഫസിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. ദ വർക്ക് ഡൺ ടു ബ്രിങ് ആൻ ഒബ്ജക്ട് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇസ് കോൾഡ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ്. അത്ര എഴുതിച്ചാൽ മതി. അത് ഇൻഫിനിറ്റി എന്നുള്ള വാക്കും ടു എ പോയിന്റ് എന്നുള്ള വാക്കും എഴുതിച്ച പണി, വർക്ക് എന്നുള്ള വാക്കും വന്നു കഴിഞ്ഞാൽ അവിടെ മാർക്ക് വീണു, അത്രേ ഉള്ളൂ. പിന്നെന്താണ്? അല്ലെങ്കിൽ എന്തെങ്കിലും യു ഇസിക്വൽ എന്ത് വെച്ചാൽ അതിലൊക്കെ എഴുതി വെച്ചാലും ഇത് കിട്ടുന്നതാണ് വേറെ കാര്യം. പക്ഷെ അതല്ല കറക്റ്റ്. ഡിറൈവ് ദി ഇക്വേഷൻ, സെയിം ഡെറിവേഷൻ ചെയ്തു. എന്താണ്? യു ഇസിക്വൽ -g m/r കിട്ടും. ഈ ഗ്രാവിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ പോസിറ്റീവ് പറഞ്ഞാൽ കിട്ടും. എന്താണ് അവസാനം കിട്ടുക? യു ഇസിക്വൽ -g m/r ആണ്. അപ്പം നെഗറ്റീവ് ആണ്. പക്ഷേ ഈ ക്വസ്റ്റൻ ആക്ച്വലി തെറ്റാട്ടോ, ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. കാരണം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും പോസിറ്റീവ് നെഗറ്റീവ് ആവില്ല. ഓക്കെ, കാരണം എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻസ് ഓൺ നിങ്ങൾ എവിടെ 0 ഡിഫൈൻ ചെയ്യുന്നുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഗ്രാവിറ്റേഷൻ എനർജിന് പോസിറ്റീവ് ആകാൻ പറ്റും. നിങ്ങൾക്കറിയാം, നമ്മൾ വെറുതെ h ഹൈറ്റിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എടുക്കുമ്പോൾ mgh അല്ലേ എടുക്കുക. അപ്പോൾ ഗ്രാവിറ്റേഷൻ പോസിറ്റീവ് അല്ലേ, പോസിറ്റീവ് mgh അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സർഫസിൽ 0 ആണ്. അപ്പോൾ ക്വസ്റ്റനിൽ ആക്ച്വലി ഒരു പ്രശ്നം ഉണ്ട്. പക്ഷേ ഇവർ ഉദ്ദേശിച്ചത് ഇവിടെ കിട്ടിയ സാധനം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്നായിരിക്കും. അപ്പോൾ നെഗറ്റീവ് എന്നാണ് എഴുതുന്നത്. വേണമെങ്കിൽ ചാലഞ്ച് ചെയ്യാം, ഇത് ക്വസ്റ്റൻ തെറ്റാന്നുള്ള കാര്യം. ഓക്കെ, അതൊക്കെ ഡിപ്പെൻസ്. പിന്നെ നമുക്ക് ആലോചിക്കാം ചാലഞ്ച് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം. തെറ്റാണ് ക്വസ്റ്റൻ, വേറെ കാര്യം. പക്ഷേ നെഗറ്റീവ് ആണ് ആൻസർ. ഹൈഡ്രോളിക് ലിഫ്റ്റിലുള്ള സ്റ്റേറ്റ് ലോ, പാസ്കൽസ് ലോ എഴുതി വെക്കുക. ഡ്രോ ദ ബ്ലാ ഈ സാധനം വരച്ചു വെക്കുക. മെക്കാനിക്കൽ ഇൻവെന്റേജ് അത് വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞോ? കഴിഞ്ഞു. ബാക്കി നമുക്ക് +2 വേരിയബിൾസിൽ കാണാം. ഈ ഓവർ കോൺഫിഡൻസിൽ മാത്സ് പരീക്ഷയിലേക്ക് പോകരുത്. കാരണം മാത്സ് പരീക്ഷ ടഫ് ആവാനാണ് ചാൻസ്. സമയമുണ്ട്. ഇന്ന് അലൻ സാർ ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ ഇടുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യുക. പണിയെടുക്കണം, എളുപ്പമായിരിക്കണം എന്നില്ല. ഫിസിക്സ് ഈസി ആയതുകൊണ്ട് തന്നെ മാത്സ് ടഫ് ആവാനാണ് ചാൻസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മാത്രമല്ല, ഈ ഓവർ കോൺഫിഡൻസിൽ +2ലേക്ക് പോകരുത്. കാരണം +2ലെ അറിയാലോ, കുട്ടികൾ കരഞ്ഞു പോകുന്ന പരീക്ഷയായിരുന്നു. കുട്ടികൾ എന്ന് പറഞ്ഞാൽ എക്സാമിനർ ബാച്ചിൽ അടിച്ച് കുട്ടികൾക്ക് കരഞ്ഞു പോകാനുള്ള ഒന്നുമില്ലായിരുന്നു. അത്ര സിമ്പിൾ. കാരണം പരീക്ഷയുടെ 2 ദിവസം എടുത്ത 10 hours പോലും അല്ല. ആകെ എന്തോ 4 മണിക്കൂർ ചേർത്ത ലൈവിൽ നിന്ന് മാത്രം 60 മാർക്കിൽ 46 മാർക്ക് മിനിമം വന്നിട്ടുണ്ടായിരുന്നു. ബാച്ചിൽ പഠിച്ച കുട്ടികൾ ഫുൾ മാർക്ക്. അത്രയ്ക്ക് കണ്ടന്റാണ് നമ്മൾ കൊടുത്തത്. നെക്സ്റ്റ് ഇയർ നമ്മുടെ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മൾ അതേപോലെ എടുക്കാൻ പോകുന്നത്. എക്സാമിനറിനെ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അടിച്ച് പിടിച്ച് ലൈവായിട്ട് സൂപ്പറായിട്ട് പഠിക്കണമെന്നെങ്കിൽ അടുത്ത വർഷം കാണാം. കമന്റ് ബോക്സിൽ ഒരു കമന്റിൽ ഇടാൻ നിങ്ങൾ മറക്കരുത്. ഇനി മാത്സ് പരീക്ഷ അലൻ സാറൻ ടീം ഇറങ്ങുന്നതായിരിക്കും. തകർക്കും. അത്രേ പറയാനുള്ളൂ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.